ഇന്നലെ രാവിലെ നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ നിന്ന് പോയ ടിപ്പറിൻ്റെ ടയറിൽ എവിടെയോ ഉടക്കിയിരുന്ന ഒരു കല്ല് വന്ന് നമ്മുടെ വിൻഷീൽഡിൽ പതിച്ചു. ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്ത് അത് സ്പോട്ട് ചെയ്ത്. ആദ്യം സ്പോട്ട് ചെയ്ത സ്ഥലത്ത് നല്ല രീതിക്ക് ഒരു ക്രാക്ക് ഉണ്ടാക്കിയ ശേഷമാണ് സെക്കൻഡ് സ്ഥലത്ത് സ്പോട്ട് ചെയ്തത്. നമ്മളെ വണ്ടി അത്യാവശ്യം ഓഫ് റോഡ് ഓടുന്നത് കൊണ്ട് തന്നെ ക്രാക്ക് പതിയെ വലുതാവാൻ തുടങ്ങി. വലുതായി ജോയിൻറ്റിൽ മുട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഒരു ഓപ്ഷനുമില്ല, ഗ്ലാസ് ചേഞ്ച് ചെയ്യുക അല്ലാതെ വേറെ ഒരു ഓപ്ഷനുമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊരു 350 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ടാണ് വിൻഷീൽഡ് മാറ്റാൻ പോകുന്നത്. ഇന്നലെ തന്നെ തീരുമാനിച്ചതാണ് ഇന്ന് 6 മണിക്ക് മുമ്പേ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ആവശ്യമായ ഫ്യൂവലും നമുക്ക് ആവശ്യമായ ഫുഡും വെള്ളവും എല്ലാം ഞാൻ വണ്ടിയിൽ തന്നെ കരുതി. ജസ്റ്റ് ഒന്ന് കിലോമീറ്ററെല്ലാം റീസെറ്റ് ചെയ്ത ശേഷം ഞാൻ എൻജിൻ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലിയറായി പരിശോധിച്ചു. കാര്യം പോകുന്ന വഴി എനിക്ക് നന്നായി അറിയാവുന്നതാണ്. പോകുന്ന വഴിയിൽ യാതൊരു കട കമ്പോളങ്ങളോ ഒന്നുമില്ല, ഫുൾ മരുഭൂമിയാണ്. അത് നിങ്ങൾക്ക് പോകുന്ന വഴി കാണിച്ചു തരാം. എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ പതുക്കെ ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. ജസ്റ്റ് വണ്ടി തിരിച്ചു വന്നപ്പോഴേ നല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റും പൊടിക്കാറ്റുമാണ് അങ്ങോട്ടുള്ള വഴിയിലെന്നാണ് തോന്നുന്നത്. നിന്നാടുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ തെങ്ങ് തന്നെയാണ്. ഇവിടെ ചെല്ലിയും കൊമ്പൻ ചെല്ലിയും ഒന്നുമില്ല, തെങ്ങെല്ലാം നല്ല ഫലപുഷ്ടമായിട്ട് തന്നെ വളരുന്നുണ്ട്. ഇവയെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:46 6 മണിക്ക് ഇറങ്ങാമെന്നാണ് ഞാൻ ശരത്തിനോട് പറഞ്ഞിരുന്നത്. കൃത്യം 6 മണിക്ക് തന്നെ ശരത്ത് എത്തിയായിരുന്നു. നമ്മളങ്ങനെ പതുക്കെ യാത്ര ആരംഭിച്ചു. എവിടെ നിന്ന് വീഡിയോ എടുത്ത് തുടങ്ങണമെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. കാര്യം എങ്ങോട്ട് നോക്കിയാലും ഈ കാണുന്ന മണലാരണ്യങ്ങൾ മാത്രമാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കുറ്റിച്ചെടികളും കള്ളിമുള്ളി ചെടികളും മാത്രം. ഈ ഒരു യാത്രയിൽ നമ്മൾ യാതൊരു മൃഗങ്ങളെയും വഴിയിൽ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ഈ സമയത്തൊന്നും ഒരു മൃഗങ്ങളും പുറത്തിറങ്ങില്ല. മുമ്പാണെങ്കിൽ നമ്മൾ ഒട്ടകത്തെയും ആട്ടിൻകൂട്ടങ്ങളെയും, എന്തിനേറെ പറയുന്നു മുയലുകളെ വരെ നമ്മൾ റോഡിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു യാത്രയിൽ ഞാൻ യാതൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി എൻ്റെ 3.5 മണിക്കൂറുള്ള യാത്രയെ ഞാൻ 3 മിനിറ്റിലേക്ക് വെട്ടിച്ചുരുക്കേണ്ടി വന്നു. അങ്ങനെയാണ് പ്രതീക്ഷിക്കാതെ റോഡിൻ്റെ സൈഡിൽ 2 ഒട്ടകങ്ങൾ നിൽക്കുന്നത് കണ്ടത്. അതിൽ ഒരൊട്ടകമായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ നമ്മുടെ ഗ്ലാസിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സന ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഏത് ദിക്കിലേക്ക് നോക്കിയാലും വാഹനങ്ങളുടെ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് കടകളുമാണ് ഉള്ളത്. നമ്മൾ വണ്ടി കൊണ്ടിട്ടതും ഭായിമാർ പണി തുടങ്ങി. ഇതെനിക്കൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. അതിപ്പോൾ ആകാംക്ഷയും നിറഞ്ഞത്. ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ സിമ്പിളായിട്ടായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത്. ഈ കാണുന്ന ചെറിയൊരു ടൂൾ വെച്ചിട്ട് ഗ്ലാസിൻ്റെ സൈഡിലുള്ള ജാസ്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്ലാസും ഫ്രെയിമുമായിട്ടുള്ള പിടുത്തം വിടും. ഇത് കഴിഞ്ഞ് സംഭവം അവർ പതുക്കെ ആ ഗ്ലാസ് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു ചായ കുടിച്ചിട്ട് വരുന്ന ടൈം കൊണ്ട് ഭായി